കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ദിലീപ് ശബരിമലയിലെത്തിയത്. എന്നാൽ ശബരിമലയിലെത്തിയത് നടൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു കാര്യം പറയാനായിട്ടായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. നടൻ്റെ അമ്മയ്ക്ക് അസുഖം ബാധിതയായി തന്നെ ഇപ്പോൾ വീടിനുള്ളിൽ കഴിയുകയാണ്. കുറേയധികം നാളുകളായി തന്നെ ആരെയും അധികം തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ് എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അമ്മ 2-3 വട്ടം കട്ടിലിൽ നിന്ന് തന്നെ വീണു എന്നാണ്. അമ്മയുടെ അരികിൽ എപ്പോഴും ഒരാൾ വേണം. എല്ലാവർക്കും നോക്കിയിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയെ നോക്കാനായി ഇപ്പോൾ നിരവധി ആളുകൾ വരുന്നുമുണ്ട്. അമ്മയുടെ ഈ അവസ്ഥ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ എത്തിയപ്പോൾ ദിലീപ് പറഞ്ഞത് മാത്രമാണ് എല്ലാവർക്കും അറിയായിരുന്നത്. അതുവരെ ആർക്കും ഇക്കാര്യത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ ആരാധനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദിലീപിൻ്റെ സൗഹൃദ വലയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമയ്ക്കകത്തും പുറത്തും നന്നായി തന്നെ സൗഹൃദ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ അമ്മയ്ക്ക് അസുഖമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് താരങ്ങളെല്ലാം ആലുവയിലെ പത്മസരോവരത്തിലേക്ക് എത്തുന്നത്. ആലുവയിലെ പത്മസരോവരം വീട് എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്. എല്ലാവരും പലപ്പോഴായി അവിടേക്ക് വന്നിട്ടുമുണ്ട്. പലപ്പോഴായി അതിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ നമുക്ക് ദിലീപിനെ കാണാൻ സാധിക്കാറുണ്ടെന്നും പ്രേക്ഷകർ പറയാറുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് മാറുന്നതും അതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാൻ നിരവധി താരങ്ങൾ എത്തുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് എന്ന് പറയാം. ഒരു നടൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ഇത്രയും അധികം അമ്മയെ കാണാനായി ഒരുപാട് പേര് എത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സൗഹൃദ വലയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് എന്തുമാത്രം സൗഹൃദ വലയമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്തുമാത്രം കുടുംബവുമായി അടുപ്പത്തിലാണെന്നും ഇതോടെ മനസ്സിലാക്കുന്നു. നിരവധി താരങ്ങൾ എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി തന്നെ അടുപ്പം സൂക്ഷിക്കുകയും അതുപോലെ അവരുടെ വീടുകളിലൊക്കെ പോകാറും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ദിലീപ് അവരുടെ വീടുകളിലൊക്കെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഓടിയെത്തുന്നൊരു വ്യക്തിയാണ്. ആരുടെ മരണം സംഭവിച്ചാലും ആർക്ക് അസുഖമാണെന്ന് അറിഞ്ഞാലും അവിടെ ആദ്യം ഓടിയെത്തുക ദിലീപ് തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ KPS ലളിത, സുകുമാരി അമ്മ, ഇന്നസെൻ്റ് തുടങ്ങി നിരവധി പേരുടെ മരണസമയത്ത് അവസാനം കൈത്താങ്ങായി നിന്നതും അവരോടൊപ്പം കുടുംബത്തോടൊപ്പം എപ്പോഴും നിന്നതും ദിലീപ് തന്നെയായിരുന്നു. ദിലീപിൻ്റെ പേര് അവിടെയെല്ലാം ഉയർന്നു കേട്ടത് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അതങ്ങനെ മറക്കാനും സാധിക്കില്ല. ദിലീപിനോടുള്ള സ്നേഹം അവർ ഇത്തരത്തിൽ അറിയിക്കാറുമുണ്ട്. ദിലീപ് ഇത്തരത്തിൽ അവരോട് സ്നേഹം പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് തിരിച്ച് സ്നേഹം കാണിക്കാതിരിക്കാനും സാധിക്കാതെ പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദിലീപിൻ്റെ അമ്മയ്ക്ക് വയ്യ എന്ന് അറിഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാനും അമ്മയെ എങ്ങനെ ഉണ്ടെന്ന് അന്വേഷിക്കാനും വേണ്ടിയാണ് ഈ താരങ്ങളെല്ലാവരും എത്തിയതെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും ഈ കേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. അമ്മയുടെ വയ്യായിക പറഞ്ഞ് ഒരിക്കൽ പോലും ദിലീപ് കോടതിയിൽ നിന്ന് മുടങ്ങിയിട്ടില്ല, മാറിയിട്ടില്ല. കോടതി എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ അമ്മയെ കാവ്യ അല്ലെങ്കിൽ സഹോദരിയെ ഏൽപ്പിച്ച് ദിലീപ് എത്താറേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.